എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നാടൻ ഊണിൻ്റെ റെസിപ്പികളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പിയിൽ നമ്മൾ തേങ്ങ ഉപയോഗിച്ചിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് കറികളും ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനു മുൻപ് നമ്മൾ ഒരുപാട് ടൈപ്പിലുള്ള ലഞ്ച് മെനു അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മെനുവിലേക്ക് വേണ്ടത് പപ്പായയാണ്, പച്ച പപ്പായ. അപ്പം ഓരോ സ്ഥലത്തും ഓരോ പേരാണ് പപ്പായയ്ക്ക്. അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തൊക്കെ ഇതിനെ ഓമയ്ക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് ഏത് പേരാണെന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ ഉള്ളിലെ അരി ഒന്ന് മാറ്റാം. സാധാരണ നമ്മൾ പപ്പായ തോരൻ വെക്കാറുണ്ട്, പക്ഷേ മെഴുക്ക് പുരട്ടി നമ്മളങ്ങനെ സാധാരണ ചെയ്യാറില്ല. തേങ്ങയില്ലാതെ ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുരുവെല്ലാം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം അത് ചെറിയ ചതുര കഷ്ണങ്ങളാക്കി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം, അപ്പോഴാണ് മെഴുക്ക് പുരട്ടിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് പപ്പായ നിരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിലിട്ട് പതുക്കെ ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കടുക് എങ്ങനെയാണ് താളിക്കുന്നത് നോക്കാം. സാധാരണ മെഴുക്ക് പുരട്ടിയിൽ കടുക് താളിക്കാറില്ല, പക്ഷേ നമ്മളിവിടെ തേങ്ങ ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ട് കടുകൊക്കെ താളിച്ചൊരു വേറൊരു രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ്. അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് അരിഞ്ഞത്, ഒരു 5-6 ചെറിയ ഉള്ളി അരിഞ്ഞതും ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ വട്ടത്തിൽ അരിഞ്ഞതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കിഴങ്ങ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. കിഴങ്ങിൻ്റെ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പപ്പായ കൊണ്ടുള്ളൊരു തേങ്ങ ചേർക്കാത്തൊരു സ്റ്റിർ ഫ്രൈ അല്ലാതെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന മസൂർ ദാലാണ്. മസൂർ ദാലോ തോമരപ്പരിപ്പോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ 1/2 കപ്പ് മസൂർ ദാൽ ഒരു കുക്കറിലേക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3-4 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 2 പച്ചമുളക് കീറിയതും ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. 1 മുതൽ 2 കപ്പ് വരെ വെള്ളം നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് വേവിക്കുന്നതിന് മുൻപായിട്ട് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 2 തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് വിസിലടിക്കുമ്പോൾ ഇത് പുറത്തേക്ക് തൂകിപ്പോവില്ല. അപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലടുപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ ഒഴിച്ചു കറിയിലേക്ക് പാലക്ക് ചേർക്കുന്നുണ്ട്. പാലക്ക് മാത്രമല്ല, ഏത് ചീര വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒഴിച്ചു കറിയിലേക്ക് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഒരു പിടി പാലക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വേര് കളഞ്ഞതിന് ശേഷം വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ പാലക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിത് കൂടാതെ 2 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളിയും വേണം. എണ്ണ വീണ്ടും ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് താളിക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പുളിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ്. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 2-3 വറ്റൽ മുളകും കൂടി ഇടുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ എന്ന് പറയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. പച്ചമണം നന്നായിട്ട് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളിനി ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ്. 2 മീഡിയം സൈസിലുള്ള തക്കാളി എടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയതായിട്ട് മുറിച്ചിട്ട് ഇതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം.
ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വഴണ്ട് കിട്ടും. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തവി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴണ്ടതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഇനി ചീര ചേർക്കാൻ പോകുന്നത്. ചീര എന്ന് പറയുമ്പോൾ ഏത് ചീര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. മുരിങ്ങയില ഒക്കെ എടുക്കാവുന്നതാണ് ഈ കറിയിലേക്ക്. ഇനി നമ്മളിതിലേക്ക് ചീര ചേർക്കുകയാണ്. ഇത് വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ചീര നമ്മൾ കുക്കറിൽ തുവര വേവിക്കുമ്പോൾ തന്നെ ഇട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചീരയുടെ ഗുണമൊക്കെ പോവും, അത് പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഇതുപോലെ വഴറ്റി ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് തുവര ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വാടി കിട്ടും. അപ്പോൾ ചീര നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മസൂർ ദാൽ ചേർത്ത് കൊടുക്കാം. മസൂർ ദാൽ ആയതുകൊണ്ട് ഒരു വിസിൽ മതി. ഇനി തുവരപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ 1-2 വിസിൽ വേണ്ടി വരും നന്നായിട്ട് വേവാനായിട്ട്. നമുക്കിത് വേവിച്ച് വെച്ചിരിക്കുന്ന തുവരയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഇത് കട്ടി കുറയ്ക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ അത് പോയി. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒഴിച്ചുകറിയും തോരനും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു മീൻ വറുത്തതാണ് ചെയ്യുന്നത്. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ കിട്ടുന്ന ഒരു ടൈപ്പ് മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷ് ഉള്ളൊരു മീനാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ്. ഇത് പൊടിഞ്ഞു പോകുന്ന മീനാണ്. അപ്പോൾ അത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ഇതിൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് ഒന്ന് ചതച്ചതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. നല്ലൊരു കളർ കിട്ടും. ഇതിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കില്ല. മീൻ വറക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നുള്ള് കായപ്പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്. ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു നുള്ള് കായപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് ചേർക്കുന്നത്. ഇഞ്ചി നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് അല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ഏത് വേണമെങ്കിലും എടുക്കാം. നന്നായിട്ടൊരു കുഴമ്പ് പരുവത്തിൽ ആക്കിയെടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന മീൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മാംസമുള്ളതാണ്. അത് പൊടിഞ്ഞു പോകാനുള്ള ഒരു ടൈപ്പാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. കോൺഫ്ലവർ ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മുടെ ഫിഷ് ഫ്രൈ. കോൺഫ്ലവർ കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു വേറൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ട് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് മീനിൽ ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ ഇത് ഫിഷിൽ പുരട്ടി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിഷിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ ഇറങ്ങി കിട്ടും. നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. ഇനി ഇത് ഒരു പാനിലിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നന്നായിട്ട് തിരിച്ചു മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഫിഷ് ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ച 3 റെസിപ്പീസും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഇതുപോലുള്ള കൂടുതൽ റെസിപ്പീസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് മുൻപായിട്ട് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസൂർ ദാലും ചീരയും കൂടിയിട്ടുള്ള കറിയുടെ കൂടെ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ നമ്മൾ കൂടെ കഴിക്കുന്ന ചട്നി പൗഡർ കൂടി ഇട്ടിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്